വിവാദങ്ങൾക്കിടെ എമ്പുരാൻ സിനിമയുടെ സെൻസർ രേഖകൾ മാതൃഭൂമി ന്യൂസിന് 3 മണിക്കൂർ നീണ്ട സിനിമയിൽ നിന്ന് സെൻസർ ബോർഡിലെ സംഘപരിവാർ പ്രതിനിധികൾ ഒഴിവാക്കിയത് 2 ഭാഗങ്ങളാണ്. സ്ത്രീകൾക്ക് എതിരായ അക്രമ ദൃശ്യത്തിന്റെ ദൈർഘ്യം കുറച്ചതും ദേശീയ പതാകയെക്കുറിച്ചുള്ള പരാമർശം ഒഴിവാക്കാൻ നിർദ്ദേശവും മാത്രമാണ് സെൻസർ ബോർഡിലുള്ള നിർദ്ദേശമായി വന്നത്. വിവരങ്ങളുമായി രാഹുൽ ജി നാഥ ചേരുന്നുണ്ട്. രാഹുൽ, RSSന്റെ പ്രതിനിധികളായിട്ടുള്ള സെൻസർ ബോർഡ് അംഗങ്ങളാണ്. പ്രധാനമായി അവർ ഇടപെട്ട് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇത് നേരത്തെ സൂചിപ്പിച്ച 2 കാര്യങ്ങൾ മാത്രമാണ്. ഒരു ദൈർഘ്യം കുറയ്ക്കുന്നു, അതോടൊപ്പം തന്നെ ദേശീയ പതാകയ്ക്കെതിരെയുള്ള പരാമർശം നീക്കം ചെയ്യുന്നു. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ സിനിമയിൽ ഉൾപ്പെടുത്തുന്നതിൽ RSS പ്രതിനിധികൾക്ക് ഉണ്ടായിരുന്നില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സെൻസറിങ് അധികാരമുള്ളവർ തന്നെ അത് അനുവദിച്ചു കൊടുക്കുകയും അതിനുശേഷം ഈ വിവാദം വരികയും ചെയ്യുന്നതിനെ എങ്ങനെയാണ് ഇനിയിപ്പോൾ BJP RSS സംഘങ്ങൾ കാണുക? അതേ വിമർശനം തന്നെയാണ് RSSനുള്ളിലുമുള്ളത്. അതായത് നമ്മുടെ പ്രതിനിധികൾ, RSSന്റെ പ്രതിനിധികൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഇപ്പോൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ആ ഘട്ടത്തിൽ ഉന്നയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വലിയ ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അതായത് ഈ 2 കാര്യങ്ങൾ മാത്രമാണ് RSS പ്രതിനിധികൾ, അതായത് RSSന്റെ സാംസ്കാരിക സംഘടന ഉൾപ്പെടെയുള്ളവയിൽ അംഗമായിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും. അവർ 2 കാര്യങ്ങളിൽ മാത്രം എതിർപ്പ് ഉന്നയിക്കുന്നു. അത് ദേശീയ പതാകയുമായി ബന്ധപ്പെട്ടതും ഒപ്പം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ട സീനുകൾ മാത്രം എതിർപ്പ് ഉന്നയിച്ച് സിനിമ പുറത്തു വരാൻ അനുവദിക്കുമ്പോൾ സിനിമ പുറത്തിറങ്ങിയ ശേഷം RSS തന്നെ ഇപ്പോൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ എന്തുകൊണ്ട് ആ ഘട്ടത്തിൽ ഉണ്ടായില്ല എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നുണ്ട്. അതിനോടൊപ്പം BJP സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതികരണവും ഏറെ കൗതുകകരമാണ്. കാരണം സിനിമയായി കാണൂ, അതിന് ആശംസകൾ നേർന്നുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ നടത്തുന്നത്. എന്തായാലും ഇത്തരം വിമർശനങ്ങൾ കേരളത്തിൽ സിനിമയ്ക്കെതിരെ വിമർശനം ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന വിലയിരുത്തലിലാകാം ഇത്തരത്തിലൊരു ഭിന്നത നിലനിൽക്കുന്നത്. എന്തായാലും RSS ഒരു പക്ഷേ വലിയ വിമർശനങ്ങളിലേക്കും അധിക്ഷേപങ്ങളിലേക്കും ഒക്കെ പോകുമ്പോൾ, പൃഥ്വിരാജിന്റെ ഒരു സിനിമയ്ക്ക് ശേഷമുള്ള ഒരു ഘട്ടത്തിന് ശേഷമുള്ള സിനിമകൾ ചരിത്രമെടുത്ത് വിചിത്രമായ നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ തൊട്ടിപ്പുറത്ത് സിനിമയായി കാണൂ എന്ന് BJP നേതൃത്വം, സംസ്ഥാന നേതൃത്വം പറയുമ്പോൾ രണ്ടും ഭിന്നതയിൽ നിൽക്കുകയാണ്. ആ ഭിന്നതയിൽ നിൽക്കുമ്പോൾ RSSനുള്ളിൽ തന്നെ ഈ സെൻസർ ബോർഡിൽ അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഇരുതട്ടിലാണ് അഭിപ്രായങ്ങളുള്ളത്. വലിയ ഭിന്നതയാണ്. തീർച്ചയായിട്ടും രാഹുൽ ജി വിവരങ്ങൾ നൽകുന്നത്.